കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ മന്ത്രവാദിനി ജിന്നുമ്മയും ഭർത്താവും ഉൾപ്പെടെ 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 1758 പേജുകളുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയത്. പ്രതികൾക്കെതിരെ 1,46,000 ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം ഹാജരാക്കി. പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ 5 പ്രതികൾക്കെതിരെ DCRB DYSP KJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 1758 പേജുകളുള്ള കുറ്റപത്രത്തിൽ 266 സാക്ഷിമൊഴികളും 1.46 ലക്ഷം ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. 5 വാഹനങ്ങൾ, 137 പവൻ സ്വർണം എന്നിവയും അന്വേഷണ സംഘം ഹാജരാക്കി. 1 മുതൽ 5 വരെ പ്രതികളായ മാങ്ങാട് കുളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉവൈസ് എന്ന ഉബൈസ്, ഭാര്യ ജിന്നുമ്മ എന്ന ഷെമീന, പൂച്ചക്കാട്ടെ അസ്നിഫ, മധൂർ കൊല്ലിയിലെ ആയിഷ, പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ PS സൈഫുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. ഇതിൽ ആയിഷയ്ക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. മറ്റു 2 പ്രതികളായ ഉവൈസ്, ഷമ്മാസ് എന്നിവർ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 14 രാത്രിയിലാണ് അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഖബറടക്കം നടത്തിയ മൃതദേഹം മകന്റെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. മന്ത്രവാദത്തിന്റെ പേരിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തല ഭിത്തിയിലിടിച്ചാണ് കൊലപാതകം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.